കുറച്ച് റെസ്പെക്റ്റ് കുറവുള്ള ഒരാളാണ് തോന്നി. പിന്നെ അനീഷേട്ടന് എത്തുമായിരിക്കാം. നൂറ് നന്നായിട്ട് അത്യാവശ്യം ടാസ്ക്. ബിഗ് ബോസ് കാണാറുണ്ട്, മീൻസ് എപ്പോഴും അല്ല, ശനി ഞായർ മാത്രം. എന്നാലും എങ്ങനെയുണ്ട് ഈ വട്ടത്തെ നമ്മൾ കപ്പടിക്കാൻ ആരാണ് സാധ്യത? എനിക്ക് അറിയില്ല കേട്ടോ, കാരണം ഇപ്പം മറ്റേ ടിക്കറ്റ് പിന്നെ അത് നടക്കുമല്ലേ, അപ്പം അതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കാം മേ ബി. ഇങ്ങനെ ടാസ്കിലൊക്കെ ഇപ്പോൾ നൂറയല്ലേ നിൽക്കുന്ന, പോയിന്റ് കിട്ടിയിരിക്കുന്ന നൂറയ്ക്കാണ്. ആരിനാണോ? ആ ഓക്കെ. അങ്ങനെയല്ല, എപ്പോഴും ഉള്ള ആ ഒരു സീസണിൽ ഒരു ബുമ്മല്ല, അത്രയും പറയാൻ പറ്റില്ല. റീൽസിലൊക്കെ പലരുടെയും കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്നാലും നമ്മൾ കപ്പടിക്കാൻ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഫേവറേറ്റ് ഉണ്ടാവും? ഫേവറേറ്റ് ആയിട്ട് അങ്ങനെയില്ല, പക്ഷെ ഇപ്പോൾ കാണുന്നത് വെച്ചിട്ട് എനിക്കൊന്നും കപ്പടിക്കാനെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു 5 പേര് ടോപ്പ് 5 എത്തുന്നത് എനിക്കൊന്ന് അനീഷേട്ടന് എത്തുമായിരിക്കാം. നൂറ് നന്നായിട്ട് അത്യാവശ്യം ടാസ്ക്. അക്ബർ അലിമോള് പറഞ്ഞില്ല, ഞാൻ അലിമോള്, അക്ബർ, പിന്നെ ആര് പിന്നെ നെവിനും നല്ല രസമാണ്. പുള്ളിക്കാരൻ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. എക്സ്പെക്ട് എല്ലാവരും അവർ അതിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെടുന്നത് അവർക്കേ അറിയുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ കുറച്ച് നേരത്തെ എല്ലാവർക്കും ഭയങ്കര കഷ്ടപ്പെടുന്നത്. ഇത്രയും ദിവസം പിടിച്ച് നിൽക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും വോട്ടൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ അവരുടെ വോട്ടിംഗ് PR ആണ് തീരുമാനിക്കണമെന്ന് പറയുന്നത്. PR കളികൾ ഒത്തിരി നടക്കുന്നുണ്ട്. PR വേണം. അത് പക്ഷേ ഇത്രയും സീസണിൽ ആദ്യമായിട്ടാണ് PR ഇത്രയും വലിയൊരു ക്യാമ്പയിനിങ് അല്ലെങ്കിൽ PR കുറിച്ച് ഇത്രയും സംസാരിക്കാവുന്ന സീസൺ ഇതാണ്. അതെ തീർച്ചയായിട്ടും അതെനിക്ക് തോന്നിയായിരുന്നു. കാരണം എല്ലാം പഠിച്ചിട്ടാണ് ഇപ്രാവശ്യം ഉള്ളവർ പോയത്. അത് നമ്മുടെയൊക്കെ സീസണിൽ എനിക്ക് ഒരു PR ഇല്ല. അത് നിങ്ങൾക്കെന്നെ അറിയാം. ഫിനാലെ ഇപ്പം എനിക്ക് ഇപ്പോൾ PR ഒക്കെ ഉള്ളവരാണ് ഫിനാലിലൊക്കെ എത്തുന്നത്. PR വർക്കേഴ്സ് വേണം, അവർക്ക് ജീവിക്കണ്ടേ, നിങ്ങൾക്ക് ജീവിക്കണ്ടേ. സോ ബിഗ് ബോസിനെ ഇങ്ങനെ ആധിപത്യം എടുത്തു കഴിഞ്ഞാൽ ജെന്യുവിനിറ്റി നമുക്ക് ഇല്ലാതാവുമല്ലേ? അല്ല, അത് ബിഗ് ബോസിന് അറിയുന്നില്ലല്ലോ. ബിഗ് ബോസ് നോക്കുന്ന എന്തുവാണ്, വോട്ട് കയറുന്ന മാത്രമല്ല. അതിപ്പോൾ ആരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇല്ല എന്നൊന്നും അവർക്കറിയില്ല. അവർ നോക്കുന്ന വോട്ട് ബേസാണ്. ഇപ്പോൾ അതിപ്പോൾ അവിടെ ആക്റ്റീവായിട്ട് നിന്നാലും ആക്റ്റീവ് അല്ലാതെ നിന്നാലും വോട്ടുണ്ടോ അവർ നിൽക്കും. വോട്ടില്ലെങ്കിൽ അതിപ്പോൾ ഇപ്പോൾ വരുന്ന ഓരോ കണ്ടസ്റ്റൻസിനും ചോദിക്കാൻ പറ്റും, നിങ്ങൾ കൊടുത്തിട്ടാണോ വന്നേ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു സീസണിൽ എല്ലാം ഔട്ടായി. പക്ഷേ എനിക്കൊന്നും അകത്തുള്ളവർ തന്നെ സംസാരിച്ച് ഔട്ടാക്കിയതാണ്, പുറത്തുള്ളവരല്ല. അത് അവരുടെ മിസ്റ്റേക്ക്. ഈ വോട്ടിങ്ങിന് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. വോട്ടിങ്ങിൻ്റെ അതായത് എന്താ പറയുക, ഇപ്പോൾ ഒരു ലാർജ് സ്കെയിലിൽ ഒരു ബൾക്ക് വോട്ടിംഗ് പരിപാടികളൊക്കെ നടക്കുന്നു എന്നും പറയുന്നുണ്ട്. കേട്ടായിരുന്നു? എനിക്ക് ആ സൈഡ് വലിയ പിടുത്തമില്ല, ശരിക്കും ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. മേ ബി ഉണ്ടാവുമായിരിക്കും. അയ്യോ ഇല്ല, ആ പടം ഉണ്ടായിരുന്ന ശരത്തേട്ടനെ അറിയായിരുന്നു. നമ്മൾ അമ്മയിലൊക്കെ വെച്ചുള്ള പരിചയമുണ്ട്. അല്ലാതെ വേറെ കേട്ടൂടെ. എന്തുവാ? ഇല്ല, പരിചയമില്ല. ഇല്ല, ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ല. കേട്ടില്ല. കുഴപ്പമില്ല, ഒരു ആവറേജ്. ഞാൻ എപ്പോഴും ഉള്ളത് പോലത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ കുറച്ച് റെസ്പെക്റ്റ് കുറവുള്ള ഒരാളാണ് തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ സീസണിലും ഇപ്പോൾ എത്ര ഫൈറ്റ് ഉണ്ടെങ്കിലും ഉള്ളിൽ ഇച്ചിരി സ്നേഹമുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇവിടെ അത്യാവശ്യം സ്നേഹമുണ്ട്. ഇവിടെ ഇച്ചിരി സ്നേഹം കുറവാണെന്ന് എനിക്ക് തോന്നി. ഇപ്പം നമ്മുടെ എനിക്ക് എൻ്റെ സീസണിലെ കാര്യം അറിയുള്ളൂ. നമ്മുടെ സീസണിൽ ഭയങ്കര ഫൈറ്റും അല്ലെങ്കിൽ പ്രശ്നമൊക്കെ ഉണ്ടായാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് ആ സ്നേഹത്തോടെ നിൽക്കുമായിരുന്നു. പക്ഷെ അത് കാണുന്നില്ല. ആ ദേഷ്യം അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അറിയില്ല.